പൃഥ്വിരാജിന്റെ ഇന്റൻഷൻ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ലക്ഷദ്വീപിന്റെ കാര്യത്തിലാകട്ടെ, CAA വിഷയത്തിലാകട്ടെ, ഓരോ വിഷയത്തിലും പൃഥ്വിരാജ് എടുത്ത രാഷ്ട്രീയ നിലപാടും കൂടിയും ചേർത്ത് വെച്ചിട്ടാണ് ഈ സിനിമയെ കാണുന്നത്. സിനിമകളായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ കേരള സ്റ്റോറിക്ക് ആ സൗജന്യം കൊടുക്കാൻ ഇവിടെ ആരും തയ്യാറായില്ലല്ലോ. സിനിമകളായിട്ട് കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ കാശ്മീർ ഫയൽസിന് ആ സൗജന്യം കൊടുക്കാനായിട്ട്, ആ രീതിയിൽ കാണാനായിട്ട് ആരും തയ്യാറായില്ലല്ലോ. അതിനൊക്കെ അന്ന് വിമർശിച്ച് വലിയ തോതിൽ വിമർശനങ്ങൾ ഉന്നയിച്ച് കീറി പൊളിക്കുകയായിരുന്നു കേരളത്തിൽ. നമ്മൾ ഈ ചർച്ച അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നമ്മളും ഈ ന്യൂസ് 18 നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് സെലക്റ്റീവാണ് പല കാര്യങ്ങളും. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ പറഞ്ഞു, അതായത് അപ്പുറത്തുള്ള ആൾക്കാരെ കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് തൃപ്തിയാകുമായിരുന്നോ, ഒരു ബാലൻസിങ് ഉണ്ടായാൽ തൃപ്തിയാകുമായിരുന്നോ? പലപ്പോഴും ഈ ബാലൻസിങ് ഇല്ലാത്തതാണ് പ്രശ്നം സർ. 100% ഞാൻ യോജിക്കുന്നു. മറിച്ച് ഏത് വിഷയവും ഏകപക്ഷീയമായ ആക്രമണത്തിന് വിധേയമാകുമ്പോഴാണ് ആ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുക. നിർമാല്യം പോലെ ഒരു സിനിമ പിന്നീട് ഇറക്കാൻ ധൈര്യപ്പെടാത്തതിന്റെ കാരണം എന്താ? കാരണം അത് പലപ്പോഴും ഈ സിനിമ എടുക്കുന്നവരും കഥ എഴുതുന്നവരും സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒക്കെ സെലക്റ്റീവ് ആവുന്നു എന്നുള്ളതുകൊണ്ടാണ്. അവർ ഒരു പക്ഷത്തെ മാത്രം ആക്രമിക്കുന്നു, ഒരു പക്ഷത്തിന്റെ പ്രശ്നങ്ങൾ മാത്രം ഊതിപ്പെരിപ്പിച്ച് കാണിക്കുന്നു. ഇപ്പൊ ഇവിടെ തന്നെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പൃഥ്വിരാജിന്റെ ഇന്റൻഷൻ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാരും വിളിച്ചു. അത് ലക്ഷദ്വീപിന്റെ കാര്യത്തിലാകട്ടെ, CAA വിഷയത്തിലാകട്ടെ, ഓരോ വിഷയത്തിലും പൃഥ്വിരാജ് എടുത്ത രാഷ്ട്രീയ നിലപാടും കൂടിയും ചേർത്ത് വെച്ചിട്ടാണ് ഈ സിനിമയെ കാണുന്നത്. സ്വാഭാവികമല്ലേ? എപ്പോഴും അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. പറഞ്ഞിട്ടില്ല. പൃഥ്വിരാജിന്റെ മുൻ നിലപാടുകളും ഈ സിനിമയിൽ പൃഥ്വിരാജ് സ്വീകരിച്ച നിലപാടും കൂടിയും ചേർത്ത് വെച്ച് ആളുകൾ പ്രേക്ഷകരത് വായിക്കില്ലേ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടെയാണ്. നമ്മൾ ഇനി അല്ലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ സിനിമ കാണുന്ന ആർക്കും അത് മനസ്സിലാവില്ലേ? ബാബാ ബജരംഗിന്റെ പേര് കൃത്യമായിട്ട് അഖണ്ഡ ശക്തി മോർച്ച, കെ സുരേന്ദ്രൻജിയെ പോലും വളരെ അപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സ് അടക്കം വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനമുള്ള ആ പദപ്രയോഗമൊക്കെ അണ്ണ തുടങ്ങിയ പ്രയോഗമൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു. അതൊന്നും കെ സുരേന്ദ്രനെ പോലെയോ ഏത് നേതാവിനെതിരെ പോലെയോ തമാശയ്ക്ക് കൊണ്ടുവരുന്നത്. കാര്യം റിയൽ ലൈഫ് റിഫ്ലക്ഷൻ ഉണ്ടല്ലേ. പക്ഷേ ഈ സിനിമ ഗംഭീരമാണ്. അവിടെയാണ് ഈ സിനിമ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വെക്കുന്നുണ്ട്. അതിനെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാൻ സ്പേസ് കൊടുക്കണം. എനിക്ക് ഈ സിനിമ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം കുറെ കൂടെ ഒരു സെൻട്രിസ്റ്റ് സ്പേസിൽ നിന്നാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പക്ഷേ റൈറ്റ് വിങ് എന്നോ ഹിന്ദുത്വ റൈറ്റ് വിങ്ങോ പറയുന്ന വിമർശനം വാലിഡ് ആണ്. കാര്യം ഗോദ്രെ അടക്കമുള്ള കാര്യങ്ങൾ കൂടെ മെൻഷൻ ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടെ ബാലൻസ് ഉണ്ടാകുമായിരുന്നു. ശരിക്കും കള്ളനാണെങ്കിലും ഉണ്ടല്ലോ, ഒറ്റയടിക്ക് സത്യം പറയും. ഇവിടെ ഉണ്ണി മുകുന്ദന്റെ മേപ്പടി എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. എന്തുമാത്രം വൃത്തികെട്ട രീതിയിലുള്ള പ്രചരണമാണ് മഞ്ജുഷ അതിന്റെ പേരിൽ നടന്നത്. ഇവിടെ ഈ നമ്മുടെ ഇതിൽ സോഷ്യൽ മീഡിയയിൽ ഉടനീളം നടന്നത്. അദ്ദേഹത്തിന്റെ ഉണ്ണി മുകുന്ദന്റെ ജയ് ഗണേഷ് എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. ഇതിന്റെ അകത്തുനിന്ന് രാഷ്ട്രീയം 7 അയലത്തൂടെ പോയിട്ടുള്ള ഒരു സാധാരണ ഗ്രാമത്തിൽ നടക്കുന്ന കഥ, സാധാരണ കഥ. അതേപോലെ തന്നെ മാളികപ്പുറ സിനിമ വന്നു. ഇതിനെതിരെയൊക്കെ നടന്നത് എത്ര വൃത്തികെട്ട രീതിയിലുള്ള പ്രചരണമാണ് നടന്നത്. അപ്പം അങ്ങനെ നടക്കുമ്പോൾ ഇതെല്ലാവർക്കും ഈ അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് വൺ വേ ട്രാഫിക് അല്ല, അത് എല്ലാവർക്കുമുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. മേപ്പിടിയാൻ സിനിമയിലെ ഒരു 10 സെക്കൻഡ് നീളുന്ന ഷോട്ടിൽ സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് കാണിച്ചു എന്നുള്ള ഒരൊറ്റ പേരിൽ ഇത് സംഘി സിനിമയാണ്, RSS പ്രൊപ്പഗാൻഡയാണ്, തേങ്ങയാണ്, മാങ്ങയാണ് എന്ന് പറഞ്ഞ് ഈ നാട് നീളം നടത്തിയ പ്രചരണം ജോസ് തോമസിനെ പോലുള്ളവർ കണ്ടില്ലേ? നീ ഇത്രയും ദിവസം കണ്ണുമുട്ടനായിട്ട് അഭിനയിച്ച് ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേ? ഓഹോ, അപ്പൊ കുറെ നാളായല്ലേ ഇത് തുടങ്ങിയിട്ട്? സ്ക്രിപ്റ്റിന്റെ കാര്യം മാത്രമല്ലല്ലോ നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇതിനെ ഒരു സൈഡ് ലൈൻ ചെയ്തു പോകുന്നതാണ്. ആ സിനിമ എടുത്തിരിക്കുന്ന രീതി ഉണ്ടല്ലോ. ഇപ്പം ലൂസിഫർ എടുത്തു കഴിഞ്ഞാൽ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ഈ 2 കൈകളിൽ മോഹൻലാൽ ഇങ്ങനെ കൊണ്ടുവന്നതുകൊണ്ടാണ്. ആ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒറ്റ കഥാപാത്രം കൊണ്ടാണ് സിനിമ അത്ര ഹിറ്റായത്. ആത്മാവോ പരമാത്മാവോ അല്ലെങ്കിൽ ജീവാത്മാവോ ഒക്കെ താങ്കൾ നോക്കിയാൽ മതി. എനിക്ക് ആത്മാവും പരമാത്മാവും ജീവാത്മാവും ബേസ് എന്ന് പറയുന്നത് അതിന്റെ സ്ക്രിപ്റ്റാണോ? ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റ് ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞാല് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. കേരളത്തിലെ
എം സുകുമാരൻ എന്ന് പറയുന്ന ഒരു ലോകോത്തര എഴുത്തുകാരനുണ്ടായിരുന്നു. അദ്ദേഹം 100% അടിമുടി കമ്മ്യൂണിസ്റ്റായ ഒരു മനുഷ്യൻ. അദ്ദേഹം 1979 ശേഷക്രിയ എന്ന് പറയുന്ന ഒരു നോവൽ എഴുതി. ആ നോവലില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് ഈ CPM-കാർ അങ്ങനെ അടിച്ചെല്ലൊടിച്ചു. അതിന് അങ്ങർക്ക് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാക്കി. അത് കഴിഞ്ഞ് അദ്ദേഹം എഴുത്ത് നിർത്തി പൂർണ്ണമായിട്ട്. അങ്ങനെ 10-15 വർഷം കഴിഞ്ഞിട്ട് എം സുകുമാരൻ തിരിച്ചു വരുന്നത് 1992 അദ്ദേഹം പിതൃതർപ്പണം എന്ന് പറഞ്ഞൊരു കഥയായിട്ട് തിരിച്ചു വന്നത്. അങ്ങനെ എം സുകുമാരനെ പോലെയുള്ള 100% അടിമുടി കമ്മ്യൂണിസ്റ്റായ ഒരു എഴുത്തുകാരനെ അടിമുടി തല്ലി കയ്യും കാലും ഒടിച്ച ആൾക്കാരാണ്. അതിന്റെ അകത്ത് CPM-നെ വിമർശിക്കുന്ന എന്തോ ഉണ്ടെന്ന് ഉള്ളത് കൊണ്ട് മാത്രം മർദ്ദിച്ചവശരാക്കിയ ആൾക്കാരാണ് ഇവിടെ വന്ന് വരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്ത് ചൂട് വടക്കോ? അല്ല, ഇവിടെ ചൂടേ ഫാനിലടാ ഉണ്ടെങ്കിൽ കാറ്റുള്ളായിരുന്നു. എന്റെ കാറ്റിപ്പോ പോവും, അതുകൊണ്ടോ? ഈ സിനിമ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നൊരു രാഷ്ട്രീയമാണ്. ഗുജറാത്ത് കലാപത്തെ ഏകപക്ഷീയമായിട്ട് ഈ സിനിമ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അത് അത്യന്തം ക്രൂരമായ രീതിയിൽ മുസ്ലിം ജനവിഭാഗത്തെ കൊന്നൊടുക്കുന്ന, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന, കുട്ടികളെ തലക്കടിച്ചു കൊല്ലുന്ന, ഗർഭിണികളുടെ വയറ് കുത്തിപ്പിളർക്കുന്ന തരത്തിലുള്ള രംഗങ്ങൾ ഈ സിനിമ കാണിക്കുന്നു. എന്നാൽ ഈ കലാപങ്ങൾക്ക് മുഴുവൻ കാരണമായിട്ടുള്ള ഗോദ്രയിലെ 57 58 കർസേവകരെ പച്ചയ്ക്ക് ചുട്ടുകൊന്ന് ആ പ്രതികൾ ഇന്നും ജയിലിലാണ്. അത് കേവലം വിഷ്വൽസിൽ അവരാരാ ചെയ്യണമെന്നറിയില്ല, ആരാണ് ഈ ചെയ്യുന്നതെന്നറിയില്ല എന്ന് മാത്രമല്ല, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തീവണ്ടിക്ക് തീപിടുത്തം ഉണ്ടായി എന്ന് പത്രക്കട്ടിങ് കാണിക്കുന്നു. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അപ്പോൾ ഈ സിനിമയിലൂടെ പ്രതിഫലിപ്പിക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയം. അതിന്റെ ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്ന് അറിയോ മഞ്ജുഷ്? ഈ ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, കേരള രാഷ്ട്രീയത്തിൽ അവർ ഇടപെടുന്നു. എന്നിട്ടോ അവർ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളായിട്ടാണ് അവരെ അവതരിപ്പിക്കുന്നത്. അതിലെ കഥാപാത്രം പറയുന്നു, നിങ്ങളുടെ 2 ജില്ലകൾ ബോംബിട്ട് തകർക്കും. ഏതിന്? ഇടുക്കി ഡാമിന് ബോംബിട്ട് തകർക്കും. ഏത് കേരളത്തിലാണെന്ന് പറയുന്നത്? അധ്യാപകന്റെ കൈവെട്ടിയ കേരളത്തിൽ. ഏത് കേരളത്തിലാണ് ഇത് പറയുന്നത്? അവലും മലരും കരുതി വെക്കാൻ ആഹ്വാനം ചെയ്ത കേരളത്തിൽ. ഏത് കേരളത്തിലാണ് ഇത് പറയുന്നത്? ആയുധ പരിശീലന ക്യാമ്പുകൾ നടത്തിക്കൊണ്ട് രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്ത പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട കേരളത്തിൽ. ആ ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രീയത്തെ ഈ സിനിമ അഡ്രസ് ചെയ്യുന്നില്ല. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഈ സിനിമ അഡ്രസ് ചെയ്തില്ല കേരളത്തിലെ, ഇന്ത്യയിലെ ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രീയത്തെ. ആഗോളതലത്തിൽ അത്തരത്തിലുള്ള ചില ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോ ഇത് ഏകപക്ഷീയമായിട്ട് ഉള്ള ഒരു സമീപനമായി പോയി എന്നുള്ള ഒരു നിരാശ, അത് ഈ സിനിമയെ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട ആളുകൾ അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ഒരു പ്രൊപ്പഗണ്ട സിനിമയുടെ എല്ലാ ലക്ഷണവും ഇതിനുണ്ട്, ഉണ്ടായിപ്പോയി. അതിൽ മോഹൻലാൽ പെട്ടുപോയിതോ എങ്ങനെയോ അത് വളരെ നിരാശ ഉണ്ടാക്കുന്നതായി പോയി എന്ന് വളരെ ഖേദത്തോടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ പോകുന്നു. ബൈ.